ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ രേണുസുതി ജീവിതകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ജീവിതകഥ പറയുന്നത് അല്പം വെറൈറ്റി ആയിട്ടാണ് ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം മത്സരാർത്ഥികൾ ഇത് തുടങ്ങാൻ. ആദ്യം തന്നെ മത്സരാർത്ഥികൾ സ്വന്തം പേരും ഡേറ്റ് ഓഫ് ബർത്തും അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞ ശേഷം മുൻപിൽ ഒരു ബൗൾ ഇരിപ്പുണ്ടായിരിക്കും. ആ ബൗളിൽ സംസാരിക്കേണ്ട വിഷയത്തെപ്പറ്റി ലോട്ടുകളായിട്ട് എഴുതി കുറേയധികം വിഷയങ്ങൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 3 എണ്ണം എടുത്ത് 3 വിഷയത്തെപ്പറ്റിയും 5 മിനിറ്റ് വീതം സംസാരിക്കണം. അങ്ങനെ രേണുസുതിയാണ് രണ്ടാമത് ജീവിതകഥ പറയാൻ പോകുന്നത്. ആദ്യം പറഞ്ഞത് ശാരികയാണ്. ആദ്യമായി ലോട്ടെടുത്തപ്പോൾ കിട്ടിയത് അച്ഛനാണ്. അങ്ങനെ രേണുസുതി അച്ഛനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നു. അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. എൻ്റെ പപ്പ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അങ്ങനെ വലിയ തമാശയൊന്നും പറയുന്ന ആളൊന്നുമല്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ പപ്പ. പക്ഷേ എൻ്റെ പപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ പപ്പയാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പറ്റി സംസാരിക്കുന്നു. പിന്നെ രണ്ടാമത് കിട്ടുന്നത് പ്രൊഫഷണൽ ലൈഫാണ്. പ്രൊഫഷണൽ ലൈഫിനെ പറ്റി സംസാരിക്കുന്ന രേണുസുതി സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ ലൈഫിനെ പറ്റിയാണ് സംസാരിച്ചത്. ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയ കഥയും പിന്നീട് ഏവിയേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പോയതും പിന്നീട് അതെല്ലാം ഡ്രോപ്പ് ചെയ്ത് സുധിച്ചേട്ടനെ കല്യാണം കഴിച്ച കഥയും പ്രൊഫഷണൽ ലൈഫിൽ പറയുന്നുണ്ട്. പിന്നെ സുധിച്ചേട്ടൻ്റെ വേർപാടിന് ശേഷമാണ് അഭിനേത്രിയായിട്ട് ഈ പ്രൊഫഷണൽ ലൈഫിലേക്ക് കിടക്കുന്നത് എന്ന് പറയുന്നു. പിന്നീട് കിട്ടിയത് കുട്ടിക്കാലമാണ്. കുട്ടിക്കാലത്തെ പറ്റിയും രേണുസുതി അത് കഴിഞ്ഞ് വാദോരാതെ സംസാരിക്കുന്നു. ഇത്രയുമാണ് രേണുസുതി ജീവിത കഥയിൽ പറഞ്ഞത്. അതിനുശേഷം ഒനീൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഒനീൽ വളരെ വികാരനിർഭരനായിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛനെ പറ്റിയും അമ്മേനെ പറ്റിയും ഒനീൽ സംസാരിക്കുന്നു. ഈ 3 പേരാണ് ഇന്ന് ജീവിതകഥ പറഞ്ഞത്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.